മുൻ ഏരിയ സെക്രട്ടറിയുടെ സജിയുടെ വാക്കുകൾ എന്ന് പറയുന്നത് അത്രത്തോളം ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്കിപ്പം സന്ദീപ് തുടരുന്നുണ്ട്. സന്ദീപ്, ആ ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്നത് അടിയുടെ കുഴപ്പമുണ്ട് നിനക്കെന്നാണ്, അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് എന്നാണ്. അത് വ്യക്തമായൊരു ഭീഷണിപ്പെടുത്തലാണ്. അതൊരു പാർട്ടി ഭരിക്കുന്ന ഒരു സൊസൈറ്റിയിലെ ഒരു നിക്ഷേപകനോട് പറയുകയാണ്, അയാളുടെ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പണം ആവശ്യപ്പെടുമ്പോൾ ആ സമിതിയുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറിയാണ് ഭീഷണിപ്പെടുത്തുന്നത്, നിനക്ക് അടിയുടെ കുഴപ്പമുണ്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇതിനുശേഷം കുറച്ച് മണിക്കൂറുകളല്ലേ സാബു ജീവിച്ചിരുന്നിട്ടുള്ളൂ സന്ദീപ്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ. ഈ ഒരു സംഭാഷണത്തിന് ശേഷം, ഈ ഒരു ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഭാര്യയുമായി സാബു ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷമാണ് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഈ മകൻ ഒരു 10 മണിവരെ ഈ മകൻ ഉറങ്ങാതെ ഇരുന്നു. അതിനുശേഷമാണ് ഈ സാബു ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു മുട്ടാൻ പറ്റുന്ന വാതിലുകളെല്ലാം തന്നെ മുട്ടുമ്പോൾ അവിടെ ഒന്നും തുറക്കാത്ത സാഹചര്യം വരുന്നു, അവിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നു. നമ്മൾ ഈ കുടുംബവുമായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ അരുൺകുമാർ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു നിഷ്കളങ്കത നിറഞ്ഞ മനുഷ്യനായിരുന്നു സാബു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ഈ ബാങ്കിലേക്ക് നിന്നൊക്കെ ഫോൺ കോളുകൾ വരുമ്പോൾ, ഇല്ലെങ്കിൽ ഈ പണത്തിൻ്റെ ആവശ്യപ്പെട്ടൊക്കെ പോകുമ്പോൾ ഭാര്യയായിരുന്നു കൂടുതൽ സമയവും ഈ ബാങ്കിൻ്റെ ഇടപാടുകൾക്കായി പോകുക. കാരണം ഇല്ലെങ്കിൽ കർശനമായി പറഞ്ഞ് ഞങ്ങൾക്ക് പൈസ വേണം എന്ന് ആ ഒരു കർശനമായ നിലപാട് സ്വീകരിക്കുവാൻ സാബുവിന് കഴിയുമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഭാര്യ നമ്മളോട് വ്യക്തമാക്കിയത്. കാരണം അത്രയ്ക്ക് നിഷ്കളങ്കത നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് മറ്റൊരാൾ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ വേണ്ടി. ഏറ്റവും ഒടുവിൽ ഈ മോൻ വരെ അവിടെ ചെന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പണം വേണം എന്നാവശ്യപ്പെട്ടു എന്നാണ് സാബുവിൻ്റെ ഭാര്യ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ നിൽക്കുന്ന സാബുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം മറികടക്കാൻ, ഇല്ലെങ്കിൽ ആശുപത്രി കേസ് മറികടക്കാൻ വലിയ പ്രയാസമായിരുന്നു. മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം പ്രായമായ അച്ഛൻ, അമ്മ കിടപ്പ് രോഗിയാണ്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു. മുമ്പോട്ട് പോകണമെങ്കിൽ മറ്റൊരു മാർഗവും നമുക്കറിയാലോ, സൊസൈറ്റിയിലൊക്കെ പണം നിക്ഷേപിക്കുന്ന ആളുകളുടെ ആ സൊസൈറ്റിക്കാർക്ക് വലിയ താല്പര്യവും അവരെ വലിയ രീതിയിൽ നന്നായി ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ സൊസൈറ്റിയിൽ തന്നെ വലിയ നിക്ഷേപകൻ ഒരാളല്ലേ ഈ സാബു? തീർച്ചയായിട്ടും വലിയ നിക്ഷേപകരിൽ ഏതൊക്കെ സമയത്ത് ഇവർ ആദ്യം ഈ ഓസ്ട്രേലിയയിലായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വന്നതിന് ശേഷം സാബു ഉണ്ടായിരുന്ന പണം മുഴുവനും, അതാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്, പൂർണ്ണമായും എൻ്റെ സമ്പാദ്യം മുഴുവനും അവിടെയാണ്. കാരണം സമ്പാദിച്ചതിൽ ഇനി മിച്ചമുള്ളത് ഈ 15 ലക്ഷം രൂപയായിരിക്കാം, അതാണ് അവിടെ ഉള്ളത്. അത് തിരികെ കിട്ടണം എന്ന് പറയുമ്പോൾ ബാങ്ക് പല ഓപ്ഷനുകൾ വെക്കുകയാണ്. ആദ്യം 5 ലക്ഷം രൂപ മാസം നൽകാമെന്ന് പറയുന്നു. അതിനുശേഷം അവർ വിളിച്ചിട്ട് പറയുന്നു അത്തരം പണം നൽകാനില്ല, ബാങ്ക് വലിയ പ്രതിസന്ധിയിലാണ്, 3 ലക്ഷം വെച്ച് നൽകാമെന്ന് പറയുന്നു. 3 ലക്ഷവും നൽകാൻ കഴിയില്ല എന്ന് പിന്നീട് വിളിച്ചിട്ട് പറയുന്നു. അതിനുശേഷം പറയുന്നു 1 ലക്ഷം രൂപയും പലിശയും ചേർത്ത് തരാം എന്ന് പറയുന്നു. അങ്ങനെ 1 ലക്ഷം രൂപയും പലിശയും ഇവർ പറയുന്നു അങ്ങനെയെങ്കിലും മതി. പക്ഷേ ആ 1 ലക്ഷം രൂപയും ഈ പലിശയും കൃത്യമായി നൽകുവാൻ വേണ്ടി കഴിയുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഈ സജി ഫോണിൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ മാസത്തെ പൈസ തന്നില്ലേ, അതായത് ബാങ്ക് പൈസ കൊടുക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അതാണ് ഈ സാബുവിനെ സംബന്ധിച്ചിടത്തോളം മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ പണം, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം മറ്റൊരാൾക്ക് നൽകിയിട്ട് അയാളത് ഒരു തിരികെ നൽകുമ്പോൾ അത് നമുക്ക് കിട്ടേണ്ട ഒരു ഔദാര്യമായി കണക്കാക്കുന്നു എന്ന തരത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊക്കെ വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. ബാങ്കുകളിൽ നിന്ന് ചിലപ്പോൾ ഒരു 0.5% അധികം പലിശ കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കും ജീവിതകാലം മുഴുവൻ പുറത്തുനിന്ന് അധ്വാനിച്ചിട്ട് ഈ പൈസ ഈ സൊസൈറ്റിയിൽ കൊണ്ടിട്ടിട്ടുണ്ടാവുക. അതും തൻ്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക്. ഇങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ ഈ പണത്തിൻ്റെ അടിയന്തര ഉപയോഗം എന്താ? വിദേശത്ത് ടൂർ പോകാൻ വേണ്ടിയല്ലല്ലോ ചോദിച്ചത്. ഇനി അത് അങ്ങനെ ആണെങ്കിൽ പോലും ബാങ്ക് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ? ഇനി ബാങ്കിൻ്റെ കയ്യിൽ അപ്പോൾ കൊടുക്കാനില്ലെങ്കിൽ നാളെ കൊടുക്കാമെന്ന് സൗമ്യമായി പറയണ്ടേ? ഈ കാര്യം പറയുമ്പോൾ ഒരു പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി അടി കിട്ടേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് ഏത് നാട്ടിൽ ഇരുന്നത് വെള്ളരിക്ക പട്ടണമാണോ സന്ദീപ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നത് പോലും ഈ സൊസൈറ്റിയിലൊക്കെ പണം നിക്ഷേപിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതല്ലേ? ഇദ്ദേഹം പഴയ ഏരിയ സെക്രട്ടറിയാണ്, ഇപ്പോൾ ഏരിയ സെക്രട്ടറി അല്ലെന്ന് തോന്നുന്നു അല്ലേ ഈ ഭീഷണിപ്പെടുത്തിയ സജി? അല്ല, മുൻ ഏരിയ സെക്രട്ടറിയാണ് ഡോക്ടർ അരുൺകുമാർ. ഡോക്ടർ അരുൺകുമാർ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സഹകരണ മേഖല ഒരു ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ സഹകരണ മേഖലയെ, നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ വരെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്.